ഈ ഭാഗത്തേക്ക് വരുമ്പോഴേ നമുക്ക് കുഞ്ഞൊരു പൂജാമുറി പോലെ കാണാൻ പറ്റും. നൈസ്. ഇപ്പൊ ഞാൻ പക്ഷെ ഇതിൽ നോക്കുമ്പോ കൊറേ കൃഷ്ണന്മാരാണ്. ചേച്ചി കൃഷ്ണഭക്തയാണോ? അത് ഒന്നോടെ സൂക്ഷിച്ചു നോക്കും. ഓ എല്ലാം ഉണ്ടല്ലേ? ഏതൊക്കെ ഉണ്ട്? നമ്മുടെ എല്ലാ മതങ്ങളും ഉണ്ട്. ഇപ്പൊ അവിടെ അങ്ങ് അറ്റത്ത് റോമിൽ നിന്ന് വന്നേക്കണ ഇതും റോമല്ലേ? അല്ല, അത് നമ്മുടെ കൃപാസന മാതാവ്. ഓക്കെ. അപ്പൊ ഈ ചാടല്ലേ ഞങ്ങള് കണ്ട ടിവിയിൽ നടുവേനേക്കാ ഇങ്ങനെ ചാടിയിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. ഇല്ല, ഞങ്ങള് കണ്ടോണ്ടാട്ടോ അത്രയും പെയിൻ. ഓക്കെ. അടുത്തത് ഇത് പറയ കൃഷ്ണഭക്തയാണോന്ന്. ഇത് ഭയങ്കര സംഭവം മുമ്പിലത്തേക്ക് അവിടെ ഞങ്ങള് ഡ്രസ് ചെയ്ത് എവിടെയെങ്കിലും പോകുമ്പോ ഇറങ്ങുമ്പോഴത്തേക്കില്ലേ എന്തെങ്കിലും ഹലോ പോണം വല്ല നടക്കുവോ പോണ വഴി ഞാനപ്പോ പോയിട്ട് ആരെന്നോടാ അപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുക പല പരാതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ മുമ്പിലത്ര ഞാൻ കേൾക്കണമെന്നാ ഇവിടെ നിന്ന് തകർക്കണമാണ് രണ്ടുപേരും കൂടി. അതാണ് ചേച്ചിയുടെ കൂട്ട് അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം. എല്ലാം ഒറ്റ ഏരിയയാണ്. പക്ഷെ നമുക്ക് വെക്കുമ്പോ അത് ഡൈനിങ് ഏരിയ അങ്ങനെയാണത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പൊ സാധനങ്ങളൊക്കെ പോരട്ടെ. ഒന്നുമില്ല അപ്പൊ എനിക്ക് എല്ലാം സങ്കല്പമല്ലേ. ഓക്കെ. അപ്പൊ എവിടെ നിന്നിട്ടാണ് കൂടുതൽ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് നിങ്ങള്? ചർച്ച അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. വീട്ടിലൊന്നും ഞങ്ങൾ ചർച്ചയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ചർച്ച ഏകദേശം നമ്മൾ ബെഡ്റൂമിൽ വെച്ചല്ലേ. ഇപ്പൊ ആ ലൈഫിൽ ഒരു മെയിൻ ഡെസിഷൻ ചേച്ചിയാണ് വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു കാര്യം അല്ലേ? അപ്പൊ ചേച്ചിക്ക് ആ ഒരു അതിന്റെ ഈ ത്രോട്ടല്ല നമ്മൾ അവിടെ വെച്ച് തന്നെ നടന്ന സംഭവം. അവിടെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു മുൻകൈ നമ്മളുണ്ടല്ലോ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് അത് വിഷമാവും. മനസ്സിലായോ? നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു വിഷമിപ്പിക്കണത് ശരിയല്ല. അവരത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടായിനോടാണെങ്കിലും വന്നിട്ട് അവർക്ക് ആ ഒരു സംഭവം അവരായിട്ട് തുടങ്ങി അവർക്ക് പറ്റിയ ഒരു അബദ്ധം അവര് പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ നമ്മൾ അതെടുത്ത് പറയുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് ആക്കണ്ടല്ലോ. അവര് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടായി മുന്നിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പൊ ചേട്ടായി എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് ഓക്കെ കുഴപ്പമില്ല, ഒരാൾക്ക് വീടുണ്ടാവണം അത്രയും നല്ല കാര്യമല്ലേ. അപ്പൊ ചേട്ടയുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊരു പകുതി പോലും ആയില്ലല്ലേ, അതിന് മുന്നേ തന്നെ സ്റ്റാർട്ടിങ് ആയപ്പോ തന്നെ എല്ലാവരും അവരവരുടേതായ എന്തോ പ്രശ്നങ്ങൾ കാരണം എങ്ങനെയും അത് നമുക്ക് അറിയില്ല. അത് അവര് പോയി. എന്ത് കാര്യമാണ് ഇപ്പൊ ഇതിന്റെ കാര്യമാണെങ്കിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വീട് പണിത് കൊടുക്കാം. ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെയാ. അതെ. അപ്പൊ ഇത് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് വിട്ട് മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ചിലപ്പോ ഇത് നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല. നമ്മളോട് പറഞ്ഞവരെല്ലാവരും കൈ മലർത്തി. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ചേട്ടി പറഞ്ഞ പിന്നെ നമ്മളെ സഹായിച്ചേക്കാണ്. ഇതിന് സഹായിച്ചൊന്ന് ധർമ്മജൻ ആദ്യം തന്നെ 10,000 രൂപ ധർമ്മജൻ തന്നത്. അപ്പൊ എല്ലാവരും പിരിവെന്നുള്ളതിൽ നിൽക്കുമ്പോ പിന്നെ ഒരാളൊരു 5,000 വന്നു. പിന്നെ പാണ്ഡവാസം നാടൻ പാട്ടുണ്ട്. അവര് പാടിയിട്ട് 1 ലക്ഷം മേടിക്കുന്നു. അങ്ങനെ 1,15,000 രൂപയാണ് പുറത്തുനിന്ന് ഫണ്ടായിട്ട് തന്നത്.